ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ അംഗനവാടികളും ചെറിയ കുട്ടികളുള്ള വീടുകളും കേന്ദ്രീകരിച്ച് 3 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ ചുറ്റി നടക്കുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആശങ്ക ശക്തമായി. 3 യുവാക്കളുടെ ഫോട്ടോ സഹിതമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുന്നറിയിപ്പും ശബ്ദ സന്ദേശവും പ്രചരിക്കുന്നത്. നാനാടം, ഉദയനാപുരം, ഇരുമ്പൂഴിക്കര, പടിഞ്ഞാറേക്കര, മുട്ടുങ്കൽ തുടങ്ങിയ ഭാഗങ്ങളിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പോളിയോ വിവരശേഖരണം എന്നിവയ്ക്ക് നിയോഗിക്കപ്പെട്ടവർ എന്ന് സ്വയം പരിചയപ്പെടുത്തി മാന്യമായി വസ്ത്രം ധരിച്ച 3 പേർ കഴുത്തിൽ ഐഡൻറ്റിറ്റി കാർഡ് ധരിച്ച് എത്തിയതായാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഞങ്ങൾ ഹെൽത്തിൽ നിന്ന് വരിക, ടെമ്പറേച്ചർ നോക്കാനാ, ഒന്ന് ഇറങ്ങി വാ സംസാരിക്കാനെന്ന് പറഞ്ഞു കൊച്ചിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ പല ന്യൂസ് കേൾക്കുന്നതുകൊണ്ടാണ് കുട്ടിയുടെ അമ്മ ഏതായാലും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തത്. വീടിൻ്റെ കതക് തുറന്നില്ല, ജനലിൽ കൂടെ തന്നെ സംസാരിച്ചു. അപ്പം പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിസ്റ്ററെ അല്ലെങ്കിൽ ആശാ വർക്കർ വന്ന് കാര്യങ്ങൾ പറയുന്നതാണ്, നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാനിപ്പോൾ സിസ്റ്ററെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോഴത്തേക്ക് അവർ പോയി കളഞ്ഞു. അപ്പം നമ്മുടെ അംഗൻവാടിയിൽ നാളെ വരുന്ന അമ്മമാരോട് എല്ലാവരോടും പറയണം, ഇങ്ങനെ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്, കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളയ്ക്കോ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിള്ളേരെ മുറ്റത്തോ തിണ്ണയിലോ കളിക്കാൻ വിടരുത്. ഇതേ യുവാക്കൾ തന്നെ ആക്രി കച്ചവടക്കാരുടെ വേഷത്തിൽ വീണ്ടും ഗ്രാമപ്രദേശങ്ങളിൽ കറങ്ങിയതായും പറയുന്നു. ഇത് സംബന്ധിച്ച് ആരും രേഖാമൂലം പോലീസിൽ പരാതി നൽകിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ആശങ്ക പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചതായും വൈക്കം ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, വൈക്കം SHO എസ് ഗിരീഷ്, തലവലപ്പറമ്പ് SHO ശിവപ്രസാദ് എന്നിവർ അറിയിച്ചു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.